ശരിക്കും ഭയങ്കര മനസ്സ് നിറയണ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും സ്റ്റെപ്പൊക്കെ കാണാനായിട്ട് ഭംഗി. ഇതൊരു ഡ്രാഗണാണ്. അതുകൊണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ മുകളിലത്തെ അമ്പലത്തിലേക്ക് എത്താനായിട്ട്. ഡൂഡുവിന് ഇവിടെ കളിക്കാനായിട്ട് ഒരു അപ്പൂപ്പനെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ അപ്പുറത്തേക്ക് അഗോങ് മലയുടെ കാടുകൾ ആരംഭിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റം വരെ കയറി. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. 150 ഇന്തോനേഷ്യൻ റുപ്പിയാണ് ഒരാൾക്ക്. കുട്ടികൾക്ക് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. നമുക്ക് ഇതുപോലത്തെ ട്രഡീഷണൽ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. നമ്മളപ്പോൾ ഇവിടുന്ന് ഒരു ബഗ്ഗി എടുത്തിട്ടാണ് നമ്മുടെ മെയിൻ ടെമ്പിൾ ഗ്രൗണ്ടിലേക്ക് പോയത്. അവിടെ പോകുന്ന വഴിക്ക് കാണാൻ ഭയങ്കര രസമായിരുന്നു. ടെമ്പിളിലേക്ക് അടുക്കുന്തോറും അറ്റ്മോസ്ഫിയർ മാറി തുടങ്ങും. റോഡ് മുഴുവനും ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച ആളുകളാണ്. കൈകളിൽ ഓഫറിങ്സ് ആയിട്ട് ചിലരൊക്കെ കുടുംബമായിട്ടാണ് വരുന്നത്. അവരെല്ലാവരും ഈ ട്രഡീഷണൽ വസ്ത്രങ്ങൾ ധരിച്ച് വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫെസ്റ്റിവൽ കൾച്ചറിൽ ഓഫറിങ്സ് ഒരു വലിയ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങളും ലോക്കൽ എക്സ്പീരിയൻസ് മിസ്സാക്കേണ്ടെന്ന് വിചാരിച്ച് ഒരു ഓഫറിങ് എടുത്തു. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നമുക്ക് സറോങ് തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ട്രഡീഷണൽ അറ്റയർ ഉണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് റെൻ്റ് എടുത്തായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ എൻവയോൺമെൻറ്റുമായിട്ട് നമ്മൾ കൂടുതൽ കണക്റ്റ് ആയ പോലെ തോന്നി. നല്ല തിരക്കാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ട്. ഇവിടെ പറഞ്ഞെടുപ്പിക്കുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടുമല്ലോ എവിടേക്കാണ് ലൊക്കേഷൻ നിൽക്കേണ്ടത് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ഗേറ്റ്. ഇവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എന്താ ഭംഗി നോക്കി. നമുക്ക് തോന്നുന്നു ബസാക്കിയിലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അത് കാരണമാണ് നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റിയതും ഇത് കാണാൻ പറ്റിയതും ഈവൻ നമുക്ക് ഓഫറിങ്സ് കൊടുക്കാൻ പറ്റിയതും. കാരണം നമ്മൾ ഇന്നലെ 3 സ്ഥലത്ത് പോയി ചോദിച്ചായിരുന്നു നമ്മളെ കൊണ്ടുപോകുമെന്ന്. അപ്പോൾ പറഞ്ഞാൽ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. ഇവിടെ സെറമണി നടക്കുന്ന നേരം ടൂറിസ്റ്റുകളെ അലൗ ചെയ്യുന്നില്ല എന്നാണ്. ഈവൻ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്തും പറഞ്ഞിരുന്നത് പറ്റില്ല എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ വെർജിൻ ബീച്ച് എടുത്തിരുന്നത്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഡ്രൈവർ നിങ്ങളെ കൊണ്ടുപോകാം എന്ന്. ഞങ്ങൾ ഇന്നലെ വരെ നമ്മുടെ മനസ്സ് എന്താണ് ആക്കി വെച്ചു. ഓക്കെ ബസാക്കിലേക്ക് വരാനുള്ള സമയമായിട്ടില്ല അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. ബസാക്കി ഇവിടുത്തെ ഏറ്റവും പുരാതനവും വലുതുമായിട്ടുള്ള അമ്പലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ മദർ ടെമ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് നടന്നുകൊണ്ടിരുന്നത്. അതാണ് ബത്താരെ തുരുൻ കബേ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രതിഷ്ഠകൾ 3 ആൾക്കാരാണ്. അതായത് നമ്മുടെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഈ സെലിബ്രേഷൻ്റെ സമയത്ത് ഇവർ 3 പേരും ഭൂമിയിലേക്ക് അവതരിക്കും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ആഘോഷങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കും ഓഫറിങ്സ് കൊണ്ട് വെക്കാനായിട്ടുള്ള ഭാഗ്യമൊക്കെ കിട്ടി. ബസാക്കി ടെമ്പിളിൽ നമ്മുടെ വിഷ്ണുവിനും ശിവനും ബ്രഹ്മാവിനും വെവ്വേറെ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഈ ഉത്സവ സമയത്ത് അവരവിടെ നിന്ന് പുറപ്പെട്ട് അവരിവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഈ പുരാതനമായ ബസാക്കി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അഗൂം എന്ന അഗ്നിപർവ്വതത്തിൻ്റെ ചെരിവുകളിലാണ് കേട്ടോ. മൗണ്ട് അഗൂമിൻ്റെ അവസാനത്തെ മേജർ ഇറപ്ഷൻ നടന്നത് 1963-ലാണ്. അന്ന് ഒരുപാട് പേര് മരിക്കപ്പെട്ടിരുന്നു. എന്നാൽ കൂടെ നമ്മുടെ ബസാക്കി ടെമ്പിളിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. അതിനൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മീറ്ററുകൾക്ക് അപ്പുറം വെച്ചിട്ട് ലാവാ ഫ്ലോ നിന്ന് പോയായിരുന്നു കേട്ടോ. അത് വളരെ അത്ഭുതകരമായിട്ട് എല്ലാവർക്കും തോന്നി. നമ്മുടെ ഇവിടുത്തെ ഓഫറിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓം ശാന്തി പറഞ്ഞു. നമുക്ക് തീർത്ഥവും പിന്നെ ഇങ്ങനെ നെറ്റിയിൽ തൊടാനായിട്ട് ഇങ്ങനെ ഒരു അരി കൊണ്ടുള്ളതും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ തൊട്ടു. ഇനി നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞിപ്പോൾ ഇറങ്ങാൻ പോകണ്ട. അടുത്ത് എന്താണെന്ന് നമുക്ക് നോക്കണം. നമ്മുടെ ഗൈഡ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാം. ശരിക്കും ഭയങ്കര മനസ്സ് നിറയണ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാധാരണ ബാലി എന്നൊക്കെ പറഞ്ഞാൽ ബാലി സ്വിമ്മിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ മനസ്സിൽ അതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അതൊക്കെ മേലെയാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
എനിക്ക് ഇത്രയും ദിവസം ഉണ്ടായിരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ കൾച്ചറൽ പരിപാടികളാണ്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണിത്. അതുകൊണ്ട് തന്നെ ഞാനത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ നമ്മുടെ ഓരോ ആർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെയുണ്ട്. നമ്മുടെ ബറോങ്ങാണ് ഇത് നിൽക്കുന്നത്. ബാലിനി സുന്ദരികളൊക്കെ ഇവിടെ ഉണ്ട്. ശരിക്കും ഇവിടെ കയറാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ടാട്ടോ ഞാൻ കൺസിഡർ ചെയ്യണത്. അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ഷൂലേസ് കഴിഞ്ഞ് നടക്കാണേ. ഓ യുവർ ഫാമിലി ടെമ്പിൾ. ഡൂഡുവിന് ഇവിടെ കളിക്കാനായിട്ട് ഒരു അപ്പൂപ്പനെ കിട്ടിയിട്ടുണ്ട്. ഒരു അപ്പൂപ്പൻ്റെ കൂടെ ഇരുന്നാണ് കളി. ഞങ്ങളുടെ ഗൈഡ് അപ്പൂപ്പനാണ്. നമ്മളപ്പോൾ ഇവരുടെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു എന്താണിത് ചരട് കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 9 കളേഴ്സാണ് ഇപ്രാവശ്യം ഉള്ളത്. 9 കളേഴ്സ് പറഞ്ഞാൽ 9 എനർജിയാണ് കാണിക്കുന്നത് അവർ. അതിൻ്റെ അകത്ത് 3 കളേഴ്സ് റെഡ്, വൈറ്റ്, പിന്നെ ബ്ലാക്ക്. അത് ലോർഡ് ശിവ, വിഷ്ണു, ബ്രഹ്മേനെയാണ് കേട്ടോ കാണിക്കണേ. നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റിയത് നമ്മൾ ഇതുപോലത്തെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെ ഫാമിലി ടെമ്പിളുകളും ഉണ്ട്. അതായത് അവരുടെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഈ ഫംഗ്ഷൻ കാരണം ഇത് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇങ്ങനെ 21 ദിവസത്തെ പരിപാടി നടക്കുകയുള്ളൂ. അതിപ്പോൾ ഇന്നാണ് ഞങ്ങൾക്കത് കൂടാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയത്. അത് ഭാഗ്യം കിട്ടി നമുക്ക്. ഇതിപ്പോൾ ഈ ഡ്രസ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കയറാനും പറ്റിയില്ലെങ്കിൽ ആ സ്റ്റെപ്പ് വരെ അവിടെ കയറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് കയറ്റില്ല അവർ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അത്. എനിക്ക് മൗണ്ട് അബൂങ് ഒന്നും കൂടി കാണിച്ചു തരണം കേട്ടോ. ഏത് ഇതാണോ? അതിന്റെ മുകളിലേക്ക് വേറെ എന്തൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഓരോ കാസ്റ്റുകാർക്ക് അതിൻ്റെതായ മറ്റേ അമ്പലങ്ങൾ പോലെയുണ്ട്. അതായത് ബ്രാഹ്മിൺസിന് ഒരു ഫാമിലി ടെമ്പിൾ ഉണ്ടാകും, ക്ഷത്രിയന്മാർക്ക് ഫാമിലി ടെമ്പിൾ ഉണ്ടാകും, അങ്ങനെ. അപ്പോൾ അതാണ് ഇവിടെ. ഇതിൻ്റെ അകത്ത് മെയിൻ ടെമ്പിൾ അപ്പുറത്ത് വേറെ ഉണ്ട്. അത് കൂടാണ്ടുള്ള കുട്ടി കുട്ടി അമ്പലങ്ങളാണ് ഇത്. നമുക്കപ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വരെ പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോയേക്കാമെന്ന്. ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇത് ക്ഷത്രിയന്മാരുടെ അമ്പലമാണ്. ഞങ്ങളപ്പോൾ ഇവിടെ മുകളിലുള്ളൊരു ഫാമിലി ടെമ്പിളിലേക്ക് വന്നതാണ്. എന്തായാലും സ്റ്റെപ്പൊക്കെ കാണാനായിട്ട് ഭംഗി. ഇതൊരു ഡ്രാഗണാണ്. അതുകൊണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ മുകളിലത്തെ അമ്പലത്തിലേക്ക് എത്താനായിട്ട്. ഇവിടെ വെള്ളം ഒഴുകി പോകാനുള്ളൊരു സിസ്റ്റമൊക്കെ കൊടുത്തിട്ടുണ്ട്. അയ്യാ, പക്ഷേ ഈ എന്താണ് കയറിയതും എന്താണ് കഷ്ടപ്പെട്ടതൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. പറയാതിരിക്കാൻ തീരെ നിവർത്തില്ല. ഫുള്ള് ബാല് നമുക്കിതിനകത്ത് കാണാൻ കിട്ടും. എന്താ ഭംഗി. വാ, എന്താ ഭംഗി നോക്കി. ഭയങ്കര ഭംഗി. അതെ, ഇതിൻ്റെ അപ്പുറത്തേക്ക് അഗുങ് മലയുടെ കാടുകൾ ആരംഭിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റം വരെ കയറി. നല്ല മഴ വരാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ താഴത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു പോയി കേട്ടോ. ഇവിടെ വരാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. വന്നതിൽ വളരെ 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 സന്തോഷമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ അങ്കിൾക്കും പിന്നെ ഈ പറഞ്ഞ ഗൈഡിനും നന്നായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്.
നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ലക്കിയാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. കാരണം വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സെലിബ്രേഷനാണ്. അപ്പോൾ നമുക്ക് ദൈവത്തോട് നല്ല നന്ദിയുണ്ട് ഇങ്ങനെ ഓരോ കൾച്ചർ കാണാൻ പറ്റിയതും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയതിൻ്റെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം കേട്ടോ.